ജമ്മു കശ്മീരിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് നാഷണൽ കോൺഫറൻസ് പ്രസിഡന്റും മുൻ മുഖ്യമന്ത്രിയുമായ ഫാറൂഖ് അബ്ദുള്ള. അതായത് ആരുമായും സഖ്യത്തിനില്ല എന്നാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ജമ്മു കശ്മീരിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള തീയതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് സ്വന്തമായി നിശ്ചയിക്കാനാവില്ല എന്നും അദ്ദേഹം പരിഹസിച്ചിരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും കൈകളിലാണ്. തിരഞ്ഞെടുപ്പിനുള്ള തീയതികൾ പ്രഖ്യാപിച്ചാലും ഇല്ലെങ്കിലും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രതിനിധികൾ ഇവിടെ എത്തുന്നത് വ്യക്തമാണ്. അവർ എല്ലാവരുമായും ചർച്ച നടത്തും. അതിനുശേഷം അവർ കേന്ദ്ര സർക്കാരുമായി സംസാരിച്ച് തീയതി തീരുമാനിക്കും. അവർക്ക് സ്വന്തമായി തീയതികൾ അന്തിമമാക്കാൻ കഴിയില്ല എന്നാണ് ഫാറൂഖ് അബ്ദുള്ള പറയുന്നത്. അതേസമയം സഖ്യത്തിനില്ല എന്ന ഫാറൂഖ് അബ്ദുള്ളയുടെ നിലപാട് BJP വിരുദ്ധ ശ്രേണിയിലുള്ള കക്ഷികൾക്ക് തിരിച്ചടിയാണ്. ഇന്ത്യ ബ്ലോക്ക് ഉൾപ്പെടെയുള്ള ഒരു മുന്നണിയുമായും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയ കോൺഗ്രസുമായും സഖ്യമില്ല എന്നാണ് ഫാറൂഖിന്റെ പ്രതികരണം വ്യക്തമാക്കുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ NCയും കോൺഗ്രസും പരസ്പരം പിന്തുണച്ചിരുന്നു. അനന്ത്നാഗ്, രജൌരി ഉൾപ്പെടെ കശ്മീരിലെ 3 സീറ്റുകളിൽ NCയും ജമ്മു മേഖലയിലെ 2 സീറ്റുകളിൽ കോൺഗ്രസും സ്ഥാനാർത്ഥികളെ നിർത്തിയിരുന്നു. NC ശ്രീനഗർ, അനന്ത്നാഗ്, രജൌരി എന്നീ 2 സീറ്റുകളിൽ വിജയിച്ചപ്പോൾ ബാരാമുള്ള മണ്ഡലത്തിൽ അവാമി ഇത്തേഹാദ് പാർട്ടിയുടെ ജയിലിൽ കിടക്കുന്ന നേതാവ് എഞ്ചിനീയർ റാഷിദ് എന്നറിയപ്പെടുന്ന അബ്ദുൾ റാഷിദ് ഷെയ്ഖിനോട് പരാജയപ്പെട്ടു. 1.5 ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് റാഷിദ് ഒമർ അബ്ദുള്ളയെ പരാജയപ്പെടുത്തിയത്. കശ്മീരിലെ 3 സീറ്റുകളിലും PDPയുമായി സീറ്റ് പങ്കിടാൻ NC വിസമ്മതിച്ചിരുന്നു. ഒരു പാർട്ടിയുമായും സഖ്യമില്ലാതെ മത്സരിക്കാനുള്ള NCയുടെ തീരുമാനം തിരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും. ജമ്മുവിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ പാർട്ടിക്കെതിരെ സംയുക്ത മുന്നണി ഉണ്ടാക്കുന്നതിൽ പ്രാദേശിക പാർട്ടികൾ പരാജയപ്പെട്ടാൽ BJPക്ക് അത് നേട്ടമാകും. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലെ വോട്ട് വിഭജനം ജമ്മുവിലെയും ഉധംപൂരിലെയും 2 ലോക്സഭാ മണ്ഡലങ്ങളിലെ 34 സീറ്റുകളിൽ 29 എണ്ണത്തിലും ലീഡ് ചെയ്ത BJPക്ക് ഗുണം ചെയ്യും. 90 അംഗ ജമ്മു കശ്മീർ നിയമസഭയിൽ 46 സീറ്റുകളാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 2014 ഇതിനു മുൻപ് ജമ്മു കശ്മീരിൽ തിരഞ്ഞെടുപ്പ് നടന്നത്. അന്ന് BJP PDP സർക്കാരായിരുന്നു അധികാരത്തിൽ വന്നത്. എന്നാൽ 2018 BJP PDP സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ചു. പിന്നീട് ലഫ്റ്റനന്റ് ഗവർണറുടെ ഭരണമായിരുന്നു. സംസ്ഥാന നിയമസഭ പിരിച്ചുവിട്ടതിനു പിന്നാലെ സംസ്ഥാനത്തിന് പ്രത്യേക പദവി അനുവദിച്ചിരുന്ന ആർട്ടിക്കിൾ 370 കേന്ദ്ര സർക്കാർ റദ്ദാക്കിയതെല്ലാം ഇതിന്റെ തുടർച്ചയായിട്ടായിരുന്നു. അതേസമയം ജമ്മു കശ്മീരിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായം അറിയുന്നതിനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കഴിഞ്ഞ ദിവസം യോഗം വിളിച്ചു ചേർത്തിരുന്നു. ജമ്മു കശ്മീരിലെ ചീഫ് ഇലക്ടറൽ ഓഫീസറാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇതിന്റെ ഭാഗമായി കത്ത് നൽകിയത്. കേന്ദ്ര ഭരണ പ്രദേശത്ത് തിരഞ്ഞെടുപ്പ് നടത്താൻ സുപ്രീം കോടതി സെപ്റ്റംബർ 30 വരെയാണ് സമയപരിധി അനുവദിച്ചിരിക്കുന്നത്. നേരത്തെ മാർച്ച് മാസത്തിലും കമ്മീഷൻ ജമ്മു കശ്മീർ സന്ദർശിച്ചിരുന്നു. ആ സമയത്ത് വൈകാതെ തന്നെ സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതാണ്. അന്ന് രാജീവ് കുമാർ ഒറ്റയ്ക്കായിരുന്നു അവിടം സന്ദർശിച്ചത്. അതിനിടെ ജമ്മു കശ്മീർ നിയമസഭാ തിരഞ്ഞെടുപ്പ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി കിഷൻ റെഡ്ഡി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. തീവ്രവാദത്തെ തുരത്താനും ജമ്മു കശ്മീരിൽ സമാധാനം പുലരാനും BJPക്ക് വോട്ട് ചെയ്യണമെന്ന് കശ്മീർ ജനതയോട് അദ്ദേഹം അഭ്യർത്ഥിക്കുകയായിരുന്നു.